ഒരു മാസത്തിലേറെ നീണ്ട പ്രചാരണ ചൂടിനൊടുവിലാണ് ഡൽഹി വിധി എഴുതുന്നത്. 70 മണ്ഡലങ്ങളിലായി 699 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. 13,766 പോളിംഗ് ബൂത്തുകളിൽ 3000 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. കനത്ത സുരക്ഷാ വലയത്തിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. 220 അർദ്ധസൈനിക യൂണിറ്റുകളും 30,000 പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ നീണ്ട നിരയാണ് കണ്ടത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുഖ്യമന്ത്രി അതിഷി മെർലേന, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. ഡൽഹിയിൽ 1.55 കോടി വോട്ടർമാരാണുള്ളത്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ മത്സരരംഗത്തുണ്ട്. ന്യൂഡൽഹി സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന കെജ്രിവാളിന്റെ എതിർ സ്ഥാനാർത്ഥികൾ ബിജെപിയുടെ പാർവേഷ് വർമ്മയും കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിതുമാണ്. ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന കൽക്കാജി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി അതിഷി മെർലേനയ്ക്കെതിരെ മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാവ് അൽക്ക ലാംബയും ബിജെപിയുടെ രമേശ് ബിധുരിയുമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാന എതിരാളികളായ ബിജെപിയെയും കോൺഗ്രസിനെയും നിഷ്പ്രഭരാക്കിയായിരുന്നു ആം ആദ്മിയുടെ വിജയം. ഇത്തവണയും 55 സീറ്റുകളിൽ വിജയിച്ച് അധികാരത്തിൽ എത്തുമെന്നാണ് ആം ആദ്മിയുടെ അവകാശവാദം. ഇത്തവണ ഭരണമാറ്റമുണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് ബിജെപി ഉന്നയിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ മധ്യവർഗ്ഗക്കാർക്ക് നൽകിയ പരിഗണന വോട്ടായി മാറുമെന്നും ബിജെപി പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 27 വർഷമായി അധികാരത്തിന് പുറത്താണ് ബിജെപി. അതിനാൽ ഭരണം പിടിക്കാൻ അരയും തലയും മുറുക്കിയാണ് ബിജെപി രംഗത്തെത്തിയത്. ആം ആദ്മി പാർട്ടിയെയും ബിജെപിയെയും വെല്ലുവിളിച്ച് കരുത്തു കാണിക്കാൻ കോൺഗ്രസുമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഡൽഹി നിയമസഭയിൽ പ്രാതിനിധ്യം കിട്ടാത്ത കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. 3 പാർട്ടികളും പ്രകടന പത്രികയിൽ നിരവധി സൗജന്യങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതെല്ലാം വോട്ടായി മാറുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.